ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് ഡി ഡേ ആയിരുന്നു. ഇന്ന് ഡി മണി അഥവാ ദാവൂദ് മണിയാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത്. ഇന്ന് ഡി മണിയാണെങ്കിൽ 3 ദിവസം മുൻപ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. കടകംപള്ളിയുടേത് മാത്രമല്ല, ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രസാദിനെയും വിളിപ്പിച്ചിരുന്നു SIT. ഇന്നത്തെ പ്രൈം സ്റ്റോറി, ബിഗ് ബോസുകളിലേക്ക് SIT എത്തിത്തുടങ്ങിയോ? കഴിഞ്ഞ ശനിയാഴ്ച, അതായത് മാധ്യമങ്ങളുടെ എല്ലാ ശ്രദ്ധയും കോഴിക്കോട് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയതിലേക്ക് പോയപ്പോൾ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്ത് വിവരങ്ങളാണ് കടകംപള്ളിയിൽ നിന്ന് SIT തേടിയത്? എന്തിനാണ് കടകംപള്ളിയെ വിളിച്ചു വരുത്തിയത്? 2 മണിക്കൂറാണ് കടകംപള്ളിയുടെ മൊഴിയെടുത്തത്. എന്തുകൊണ്ടാണ് കടകംപള്ളിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? അതിന് കാരണം കോന്നിയുടെ മുൻ MLA-യും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ മൊഴിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ ഒക്ടോബറിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ A പത്മകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. വളരെ ഗുരുതരമാണ് സംഭവം എന്നുള്ളത് തെളിഞ്ഞില്ലേ? ഇത് ശബരിമലയിൽ നിന്ന് അങ്ങനെ ഒരു മോഷണം നടത്തി ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെ നമ്മുടെ പല ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യമാണ്. എൻ്റെ ഭരണകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ വെക്കുകയാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. ഒക്ടോബറിൽ A പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണ്? ഈ പ്രതികരണം വന്ന ദിവസം മുതൽ അത് കടകംപള്ളിയാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം കടകംപള്ളിയെ വിളിപ്പിച്ചതോടെ ആ അഭ്യൂഹങ്ങൾക്ക് മൂർച്ചയേറുകയാണ്. എന്തിനാണ് SIT കടകംപള്ളിയെ വിളിപ്പിച്ചത്? 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണ് ആദ്യം ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തെ എന്തെങ്കിലും മറുപടി? പത്മകുമാറിന്റെ പേര് കേട്ടതും കാറിന്റെ ഡോർ അടച്ചു പോയി കടകംപള്ളി. പക്ഷേ പാർട്ടിക്ക് ഇപ്പോഴും പ്രിയപുത്രനാണ് A പത്മകുമാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായൊരു ചുമതല മാത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? 2 കാരണം കൊണ്ടാണ്. ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിവോടെ ആവശ്യമായ സംഘടനാ നിലപാട് CPIM ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തോൽപ്പിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 40 ദിവസമായി ജയിലിൽ കിടക്കുകയാണ് പത്മകുമാർ. എന്നിട്ടും എന്തിനാണ് പത്മകുമാറിനെ പാർട്ടി ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? പത്മകുമാറിനെ പുറത്താക്കിയാൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന തലക്കെട്ടാണ് പാർട്ടി സെക്രട്ടറിക്ക് പ്രശ്നം, അതല്ലാതെ ജനങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളല്ല. എന്തുകൊണ്ടാണ് പാർട്ടി ഇപ്പോഴും പത്മകുമാറിനെ സംരക്ഷിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പറയുന്നത് പത്മകുമാർ ഉന്നതരുടെ പേര് പറയുമെന്ന ഭയം കൊണ്ടെന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുപോകരുത്. അതിനു വേണ്ടിയിട്ടാണ് SIT-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അത് CPM-ന് എത്ര ക്ഷീണം ഉണ്ടാക്കുമായിരുന്നു. അത് മനഃപൂർവ്വം നീട്ടിവെച്ച. ഉന്നതരുടെ പേരുകൾ പുറത്തു വരുമെന്ന ഭയം കൊണ്ടായാലും മാധ്യമങ്ങളിലെ തലക്കെട്ട് ഭയന്നായാലും എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിന് പാർട്ടിയുടെ മറുപടി അത് പ്രവർത്തകർക്ക് പോലും തൃപ്തികരമല്ല.